جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾക്കായി ഭൂമിയുടെ മെത്ത വിരിക്കുകയും ആകാശത്തിൻ്റെ മേലാപ്പ് നിർമ്മിക്കുകയും മുകളിൽ നിന്ന് ജലം വർഷിക്കുകയും നാനാതരം കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കി തരികയും ചെയ്തത് അവനാണ്. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും മനുഷ്യജീവിതത്തിന് ഉതകുന്ന വിധമാണ് സർവശക്തൻ സംവിധാനിച്ചിരിക്കുന്നത്. ഓരോ ജീവജാലങ്ങളോടും കടപ്പാടില്ലാതെ മനുഷ്യന് ഭൂമുഖത്ത് ജീവിക്കാനാവില്ല. പ്രകൃതി വിഭവങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ മനുഷ്യരെല്ലാം തുല്യ അവകാശികളാണ്. എന്നാൽ ചിന്തിക്കുന്ന ജീവി എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് എല്ലാം അനുഭവയോഗ്യമാക്കുന്നത്. ജീവൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാന ഘടകങ്ങളായ വായുവും വെള്ളവും അതിരുവിട്ട നമ്മുടെ ദുസ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായി മലീമസമാവുകയും ഉപയോഗമല്ലാതാവുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വായു മലിനീകരണം കൊണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോടെ ഇന്ത്യയിൽ മരണമടയുന്നവരുടെ എണ്ണം വർഷത്തിൽ 8 ലക്ഷത്തിലധികമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇപ്പോഴത്തെ നില തുടരുന്ന പക്ഷം 2050 ആകുമ്പോൾ മരണസംഖ്യ 40 ലക്ഷം കവിയുമെന്നാണ് വിലയിരുത്തുന്നത്. വായുവിൻ്റെ അവസ്ഥ ഇപ്രകാരമാണെങ്കിൽ വെള്ളം അതിലും വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാലം തെറ്റി പെയ്തിറങ്ങുന്ന കാലവർഷം നമ്മുടെ ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ദുരാഗ്രഹങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളായി മാറിയ നദികളും വയലുകളും അനുദിനം മരണം വരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ വരൾച്ച നമ്മെ വേട്ടയാടി തുടങ്ങി. കിണറുകളും ജലാശയങ്ങളും ആഴങ്ങളിലേക്ക് വലിഞ്ഞ് ഒടുവിൽ വറ്റി വരളുന്നു. മനുഷ്യൻ മാത്രമല്ല, മനുഷ്യൻ്റെ ക്രൂര ചെയ്തികളുടെ ഫലമായി ഇതര ജീവജാലങ്ങളും ജീവജലം തേടി ഭൂമിയിൽ അലയുകയാണ്. മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റവും വെള്ളത്തിൻ്റെ അമിത വ്യയവുമാണ് ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. അശ്രദ്ധ കൊണ്ട് നാം പാഴാക്കി കളയുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്കാവശ്യമുള്ളതിലും 7 മടങ്ങാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. ശുചിത്വത്തിൻ്റെ പേരിൽ മേനി നടിക്കുന്ന നമ്മൾ കേരളീയരാണ് വെള്ളം അമിതമായി ദുരുപയോഗപ്പെടുത്തുന്നത്. വെള്ളം ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. തലമുറകൾ നമുക്കായി കരുതി വെച്ച മാർഗങ്ങൾ പിന്തുടരുക. അമിത വ്യയം വന്നു ചേരുന്ന മാർഗങ്ങൾക്ക് വിരാമമിടുക. നിസ്സാരമെന്ന് നാം കരുതുന്ന ജലം പാഴായി പോകുന്ന ചില മാർഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ കാരണവന്മാർ നമസ്കാരത്തിന് അംഗശുദ്ധി വരുത്താൻ അഥവാ ഒന്നു എടുക്കുവാൻ ഉപയോഗിച്ചിരുന്നത് 1-2 കിണ്ടി വെള്ളമായിരുന്നു. ഏകദേശം 5 ലിറ്റർ വെള്ളം.
എന്നാൽ ഇന്ന് അതേ ഉപയോഗത്തിന് ചിലവാക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 50 ലിറ്ററിലധികം വരുന്നു. ഉപയോഗപ്പെടുത്തുന്നതിലധികം വെള്ളം പാഴായി പോകുന്നത് നാം അറിയുന്നില്ല. പ്രഭാതത്തിലെ പല്ല് തേപ്പിനും മുഖം കഴുകുവാനുമായി മുതിർന്ന ഒരാൾക്ക് വേണ്ടി വരുന്നത് 1-2 കോപ്പ വെള്ളം മാത്രമാണ്. എന്നാൽ ഈ ഒരു ആവശ്യത്തിന് നമ്മൾ പാഴാക്കി കളയുന്നത് 20-30 കോപ്പ വെള്ളമാണ്. വസ്ത്രമലക്കുന്നിടത്ത് സ്ത്രീകൾ ഒരൽപ്പം ശ്രദ്ധിച്ചാൽ 2-3 തവണ അലക്കുവാനുള്ള വെള്ളം നമുക്ക് ലാഭിക്കാനാകും. ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടമാകുന്നത് വരും തലമുറ കൂടി അനുഭവിക്കേണ്ട ജീവൻ്റെ അവകാശമാണ്. കുളിമുറിയിൽ 2-3 ബക്കറ്റ് വെള്ളത്തിൽ സമൃദ്ധമായി കുളിച്ചിരുന്ന നമ്മളിപ്പോൾ ഷവറിൻ്റെ കീഴിൽ ദിവാസ്വപ്നം കണ്ട് പാഴാക്കുന്ന വെള്ളം 8 ബക്കറ്റിൽ കൂടുതലാണ്. ശ്രദ്ധിക്കുക, ജലം അമൂല്യമാണ്. അതൊരു തുള്ളി പോലും പാഴാക്കി കളയരുത്. സമൃദ്ധമായ ജലസമ്പത്ത് നാം അനുഭവിക്കുമ്പോൾ കുടിനീരിനായി നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ളവർ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകൾ നേരിൽ കാണുക. ജലകുംഭങ്ങൾ ശിരസ്സിലേറ്റി അതാത് ദിവസങ്ങൾക്കാവശ്യമായ ജീവജലത്തിനായി നാഴികകൾ നടന്നലയുന്ന ഇത്തരം കാഴ്ചകളിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലെങ്കിൽ സമീപഭാവിയിൽ നാം ഈ മാർഗം സ്വീകരിക്കേണ്ടി വരും. തീർച്ച. ഭൂമിയിൽ ജീവിച്ച കാലമത്രയും നാം വ്യയം ചെയ്ത സമ്പത്തിൻ്റെ കണക്ക് മാത്രമല്ല, അനാവശ്യമായി ചിലവഴിച്ച പ്രകൃതി വിഭവങ്ങൾക്കും സർവശക്തൻ്റെ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഓർക്കുക. ഓരോ വീടിൻ്റെ അടുക്കളയിൽ നിന്നുമാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. അമ്മമാരിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ആദ്യ പാഠം ഉൾക്കൊള്ളേണ്ടത്. സ്വതന്ത്രരായി കുട്ടികളെ വെള്ളം ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക. പ്രായത്തിൻ്റെ ചാബല്യത്തിൽ മൂല്യങ്ങൾ അവരറിയാതെ പോകുന്നു. വെള്ളത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക. ആദ്യം ബോധോദയം സ്വയം ആർജിക്കുക. ഒരു തൈയെങ്കിലും നടുക. വളർന്നാൽ അത് 4 പേർക്ക് തണൽ നൽകും. പ്രവാചക തിരുമേനിയുടെ വചസ്സുകൾ ശിരസാ വഹിക്കുക. ഭൂമുഖത്ത് ഇനിയൊരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് അധികാരത്തിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ ആയിരിക്കില്ല. കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും ഇനിയുണ്ടാകുന്ന യുദ്ധം. ഇപ്പോൾ തുടങ്ങി വെക്കുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്കെങ്കിലും ഉപകരിക്കും. കുടുംബസംഗമത്തിൻ്റെ ഈ വേദിയിൽ മനസ്സിലെങ്കിലും ഒരു പ്രതിജ്ഞയെടുക്കുക. വരും തലമുറയുടെ ദാഹമകറ്റാൻ ഒരിറ്റു ജീവജലമെങ്കിലും നാം അറിഞ്ഞ് പാഴാകാതിരിക്കട്ടെ.